ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഈദ് ഡേ ആണിന്ന്. അപ്പോൾ കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞാനിവിടെ ഹസ്ബൻഡിൻ്റെ ബോസിൻ്റെ വീട്ടിലേക്ക്, അവർ വില്ലയിലേക്ക് വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു വ്യൂ ആണിത്. അവിടെ പോയ ഉടനെ ഭയങ്കര എന്താ പറയുക, സ്വീകരണമൊക്കെ ആയിരുന്നു. അങ്ങനെ അവരവരെ വീട്ടിനുള്ളിലേക്ക് വിളിച്ച് കയറ്റി. എന്നിട്ട് പറഞ്ഞു ഫുഡ് ഇങ്ങനെ ഇവിടെ സെറ്റായി വെച്ചിട്ടുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇതൊക്കെ എന്താണെന്ന് പോലും എനിക്കറിയില്ല. വായിലിട്ടപ്പോഴുള്ള ഒരു വല്ലാത്തൊരു ഫീൽ, മധുരമാണോ ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ റൂമിലെത്തിയതിന് ശേഷം ഞാൻ ഇവിടുന്ന് മട്ടൻ ബിരിയാണി കഴിച്ചു. ഇതാ മോനെ ഇവിടെ സൈഡിൽ നിന്ന് ഇങ്ങനെ ബബിൾസൊക്കെ ഊതിയിട്ട് നല്ല കളിയായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു മാളിലേക്കായിരുന്നു പോയത്. അപ്പോൾ ഇവനിത് കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ്. അതൊന്ന് കോയിൻ ഇട്ടിട്ട് ആ ഒരു മുട്ടായി വേണമെന്ന്, ബബിൾക്കായിരുന്നു. അങ്ങനെ അത് ആളെടുക്കുകയാണ്. അങ്ങനെ നേരെ പോയത് എനിക്ക് പാർക്കിലേക്ക് പോകണമെന്നാണ് പറഞ്ഞത്. ഇവിടെ ഈ ഒരു സമയത്ത് എങ്ങനെ പാർക്ക്, പിന്നെ മാളിലവിടെ കളിക്കുന്നൊരു ഏരിയ ഉണ്ടായിരുന്നു. അവനെ നേരെ അങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത്. ഏതാ അവിടെ എത്തി അവൻ ആ ബോളിലിങ്ങനെ അടിച്ച് കളിക്കുന്നു. ഭയങ്കര ഹാപ്പിയായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ ഒരു ഏരിയയിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കൂടെയുള്ള ഫുള്ളും അറബി അറിയുന്ന കുട്ടികളാണ്. പക്ഷെ ഓനോ ഓൻ്റെതായ ഭാഷയിൽ അവരോട് ഇങ്ങനെ ആടിയും പാടിയും സംസാരിച്ചൊക്കെ ആയിരുന്നു നടക്കുന്നത്. അങ്ങനെ അവന് അവിടുന്ന് കുറച്ച് സമയം കളിച്ചതിന് ശേഷം ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് പൂഴിയൊക്കെ സെറ്റാക്കിയിട്ട് ഒരു വീട് പോലെ അവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ സൈഡിലേക്ക് പോകാൻ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ ഈ ഒരു വണ്ടിയിലായിരുന്നു നമുക്ക് കയറിയിട്ടുണ്ടായത്. പക്ഷെ ആൾക്കത് അത്ര വല്ല രസമായിട്ട് തോന്നിയില്ല. പെട്ടെന്ന് അതിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിയിന്. കാരണം അത് സ്പീഡിലല്ല പോകുന്നത്. അങ്ങനെ ഇപ്പുറത്തേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ അവർ ഒരുപാട് വണ്ടികൾ, മണ്ണ് കോരി കളിക്കാൻ JCB ഒക്കെ കുറേ സെറ്റാക്കിയിട്ട് അവർ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു വീട്, അതിൻ്റെ ഉള്ളിൽ കൂടി കയറിയിട്ട് പുറത്തേക്ക് ഇറങ്ങാം. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അപ്പോൾ പെട്ടെന്നാണ് ഒരു ഭയങ്കര സൗണ്ട് ഇട്ടത്. അപ്പോൾ ആ ഒരു മാളിൽ തന്നെ താഴെ ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ അത് കാണാമെന്ന് വിചാരിച്ച് താഴേക്ക് ഇറങ്ങി. മോനെ അവിടെ നിന്ന് കളിക്കുന്നതന്നെ ഉണ്ടായത്. അങ്ങനെ ഇതായിരുന്നു ഒരു സിൽവർ ടൈപ്പ് ഡ്രസ്സെല്ലാം ഇട്ടിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ പെരുന്നാളായതുകൊണ്ട് തന്നെ ഇത് കാണാൻ അവിടെ കുറച്ചധികം ആൾക്കാരുണ്ടായിരുന്നു. ഇത് ഈദിൻ്റെ ഒരു സ്പെഷ്യലായിട്ട് അവർ ഒരുക്കിയിട്ടുള്ള ഒരു ഡാൻസ് പ്രോഗ്രാമായിരുന്നു. അപ്പോൾ അവിടെ മലയാളീസും എല്ലാവരും ഉണ്ട്. കുട്ടികളൊക്കെ അതിൻ്റെ താഴെ നിന്ന് നല്ല എൻജോയ് ചെയ്തിട്ട് കൂടെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പെരുന്നാളായിട്ട് അവർ നല്ല അടിപൊളിയായിട്ട് തന്നെ മാള് നല്ല ഡെക്കറേഷനും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിന്. അങ്ങനെ അത് കുറച്ചധികം നേരം തന്നെ ഈ ഒരു പ്രോഗ്രാം ഉണ്ടായിട്ടുണ്ടായിന്. വെറൈറ്റി ഡാൻസ് ഇവർ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ഈ ഒരു ട്രെയിൻ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ മോനിക്ക് ഇതിൽ കയറണം ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഞാനും മോനും കൂടിയിട്ടാണ് ഈ ഒരു ട്രെയിനിലേക്ക് കയറിയിട്ടുണ്ടായത്. പക്ഷേ വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ നടന്ന് ചുറ്റി കാണാൻ പറ്റിയൊരു ഏരിയ പോലെ തന്നെയാണ്. ഇവർ ഇതിൽ കയറി കഴിഞ്ഞാൽ ഈ മാളിൽ ഫുള്ളായിട്ടൊന്ന് ആ ഒരു താഴത്തെ ആ ഒരു ഫ്ലോർ മൊത്തമായിട്ടൊന്ന് നമുക്ക് റൗണ്ട് ചെയ്ത് കാണിച്ചു തരും. അത്രമാത്രമേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം അതിൽ കയറിയിട്ടുള്ള ഈ ഒരു വ്യൂ ആണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു നഷ്ടമാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ട് നേരെ റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. അപ്പം ഇത്രയാണ് പെരുന്നാൾ വിശേഷം. ഇപ്പോൾ രാത്രി നമ്മൾ കഴിച്ചത് KFC ആയിരുന്നു. മോൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമായിരുന്നു. അങ്ങനെ അതും കഴിച്ച് റൂമിലേക്ക് പോയി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.